ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച തിരൂരിന്റെ മണ്ണിൽ തിരൂർസ് ഗോട്ട് ടാലന്റ് റിയാലിറ്റി ഷോ 2018 തുടക്കം കുറിക്കാൻ പോവാണ്. Are you all ready? ഒരുപാട് നാളത്തെ ഞങ്ങളുടെ സ്വപ്നം ഇന്ന് സാക്ഷാത്കരിക്കപ്പെട്ടു എന്ന് തന്നെ പറയാം. ഊതരുതേ, ഊതിയ തീപ്പൊരി പറക്കും. കല്യാണം കളിയല്ല, തുണി വാങ്ങാൻ കാശില്ല. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. एक चांद की गस्ती में जल बारू उतर रहा है, तू हल्के हल्के खिला दरिया नादर के. ആരാടണ നാരാണേ ആകാശ കൂടാണേ, ഇതിലേ വരു നീ മധുചന്ദ്രികയേ. మల్లిగాన్ని కడిచా ముల్లిగా పోలినిపా సహస్రలోచన ప్రవృత్య శేషలేఖ శేఖర రసూల దూలి ధోరణి విదూసరాంగ్రి పీఠం భుజంగరాజ. From the hands of the audience. So I request you all to put your hands together once again for our dear audience. Tiroor's Got Talent 2018 winner is Adarsh.
ലക്ഷോപലക്ഷം വരുന്ന പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം നേടിയ തെന്നിന്ത്യൻ താരസുന്ദരി. 2005 വിനയൻ സംവിധാനം ചെയ്ത ബോയ് ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലേക്ക് കാൽവെപ്പ് നടത്തിയ ഹണി റോസ് ചുരുങ്ങിയ കാലം കൊണ്ട് തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് പുതിയ മുഖം നൽകുകയായിരുന്നു. മലയാള സിനിമാ രംഗത്ത് നായികാ പ്രാധാന്യം കുറഞ്ഞ സിനിമകളുടെ കാലയളവിൽ തികഞ്ഞ ദിശാബോധത്തോടെ തിരഞ്ഞെടുത്ത ശക്തമായ കഥാപാത്രങ്ങളിലൂടെ ഹണി റോസ് മലയാള സിനിമാ പ്രേമികളുടെ ഇഷ്ടതാരമായി മാറി. 2012 ജയസൂര്യ അനൂപ് മേനോൻ കൂട്ടുകെട്ടിൽ പിറന്ന് VK പ്രകാശ് സംവിധാനം നിർവഹിച്ച ട്രിവാൻഡ്രം ലോഡ്സ് എന്ന സിനിമയിലെ ധ്വനി നമ്പ്യാർ എന്ന ശക്തമായ കഥാപാത്രം തെന്നിന്ത്യൻ സിനിമയുടെ നായികാ സങ്കല്പങ്ങളുടെ മുഖച്ഛായ തന്നെ മാറ്റിയെടുത്തു. തുടർന്നങ്ങോട്ട് തമിഴിലും തെലുങ്കിലും മലയാളത്തിലുമായി ഒട്ടേറെ മികച്ച സിനിമകളുടെ ഭാഗമാകാൻ ഹണി റോസിന് സാധിച്ചു. നിശ്ചയദാർഢ്യം കൊണ്ടും അർപ്പണ മനോഭാവം കൊണ്ടും തെന്നിന്ത്യൻ സിനിമാ ലോകത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഈ താരസുന്ദരിയെ തിരൂർ ഗോട്ട് ടാലന്റ് ഷോയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എവിടാ നിന്റെയൊക്കെ നേതാവ് തല? അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹ എന്നാണ്. കാണ് 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. ഊതരുതേ, ഊതിയ തീപ്പൊരി പറക്കും. സാഗർ എന്ന മിത്രത്തെ നിനക്കറിയൂ, ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല. ഊതിരം, കടകം, ഒഴിവ്, കടകത്തിലൊഴിവ്, പിന്നെ അശോകനും. ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ. ഭഗവതി അടിയനിൽ അലിവോടി നെറ്റിരി കരിയണമേ. പറമേളം ചെണ്ടച്ചെങ്കിലി മത്തള മരമണികിണി പലതാളം തക്കിടകിടതകത. വക്കീലിനെ ഒന്നും പിടികിട്ടുന്നില്ല അല്ലേ? ഒലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, കുതിക്കാനാണ്. ജഡ്ജിയും ആരാച്ചാരും ഞാൻ തന്നെ ആയതുകൊണ്ട് ഞാൻ ഇനി ഒരല്പം തിരക്കിലായിരിക്കും. വേലായുധനെ നേരെ നിന്ന് അടിക്കാനുള്ള ചങ്കുറപ്പ് നിനക്കായിട്ടുണ്ട്. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടിയേറ്റിക്കൊട്ടിക്കേറും താളം. ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരി കതിരിൻ വെള്ളിത്തേര്. ശ്രീ ഹല്ലി പോളം വലി 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 വലി. കാടും മലയും പുഴയും കടന്നു കയറി വരുന്നൊരു വള്ളിത്തേരാണേ. വേൽമുരുകാ ഹരോഹരാ ഹോ, വേലായുധാ ഹരോഹരാ ഹോ, വേൽമുരുകാ ഹരോഹരാ ഹോ, വേലായുധാ ഹരോഹരാ. ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി. എന്റെ റോൾ അത് മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല, എല്ലാവർക്കും അറിയാം.
Namaskaram and a very special good morning to all of you. Poli, പൊളിയിലും പ്രൗഢഗംഭീരമായിട്ടുള്ള പൊളി. And this is just a sample വെടിക്കെട്ട് of Tirur's Got Talent reality show 2018. Come on everyone, put on your hands together for Tirur's Got Talent reality show 2018. ഒരു തകർപ്പൻ സൂപ്പർ ഡ്യൂപ്പർ ഫെന്റബുലസ് പെർഫോമൻസസ് നമ്മൾ സാക്ഷ്യം വഹിച്ചു. And this is just an initial start of what Tirur's talent is. തിരൂരിലെ കലാകാരന്മാരും കലാകാരികളുടെയും ടാലൻറ്റിൻ്റെ വെറും ഒരു സാമ്പിൾ ബേസ് ആണ് നിങ്ങൾ കണ്ടത്. ഇനിയാണ് നമ്മൾ ശരിക്കും വരാൻ പോകുന്ന ആ ഒരു വെടിക്കെട്ട് അല്ലെങ്കിൽ പൂരം നമ്മൾ സാക്ഷ്യം വയ്ക്കാൻ പോകുന്നത്. Are you guys ready for that? എന്നാൽ ഒരു കൂവലും കയ്യടിയും ബഹളമൊക്കെ ഇങ്ങോട്ട് പോരട്ടെ. എന്ത് പറ്റി തിരൂർ? Come on together. Well, thank you so very much, ladies and gentlemen. Myself, Anju Rajiv, and I'm here with my co-anchor. എവിടെ പോയി? All right. Oh, ചുമ്മാതല്ല. Hi ma'am, how are you? Good, you look very lovely. And so do you, Archana, I should say. And all of you absolutely beautiful, I should say. So, ladies and gentlemen, co-anchor നമ്മുടെ തിരൂരിൻ്റെ സ്വന്തം മുത്താണ്. അദ്ദേഹത്തിനൊരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല. തിരൂരിലെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് റൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ എത്രയൊക്കെ വലിയ ബിസിനസ് ആയിട്ട് എന്താ ഹണി റോസ് വന്നു കഴിഞ്ഞാൽ പോയില്ലേ, തീർന്നു. അദ്ദേഹം വീണു, അവിടെ ഫ്ലാറ്റാണ്, വരുന്നില്ല. But now I would like to welcome the co-anchor തിരൂരിൻ്റെ മുത്തായ Mr. Raju on stage. Come on everyone together. Morning all of you. ബ്യൂട്ടിഫുൾ ആൻഡ് ഗോർജസ് ആയ നമ്മുടെ അഞ്ജുവിനൊരു ആങ്കറിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മൾ തിരൂരുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ശരിക്കും ഒരു ഉത്സവം തന്നെ ആയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. കാരണം നമ്മുടെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. തീർച്ചയായിട്ടും യു ക്യാൻ നെവർ ഇമാജിൻ തിരൂരിലെ 200ഓളം വരുന്ന കലാകാരികളിൽ നിന്നും 40+ കണ്ടസ്റ്റൻസിനെ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളൂ. യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിരൂർസ് ഗോട്ട് ടാലന്റ് റിയാലിറ്റി ഷോ 2018 എത്രമാത്രം ഹ്യൂജ് ആണെന്നുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് കലാകാരന്മാർക്ക് ജന്മം നൽകിയ തുഞ്ചൻ്റെ മണ്ണിൽ കഴിവുകളേറെ ഉണ്ടായിട്ടും ഒരു അവസരമോ അല്ലെങ്കിൽ അവസരം ലഭിച്ചാലും എങ്ങനെ ആ ഒരു ടാലൻറ്റ് എക്സിബിറ്റ് ചെയ്യാമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടി നിന്ന് തിരൂരിൻ്റെ എല്ലാ കൊച്ചു കലാകാരന്മാരും കലാകാരികൾക്കും ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ് തിരൂർസ് ഗോട്ട് ടാലന്റ് റിയാലിറ്റി ഷോ 2018. അതേപോലെ തന്നെ ഞങ്ങൾ തിരൂരുകാരെ സംബന്ധിച്ചിടത്തോളം തിരൂർ ശരിക്കും ഒരു ഹോസ്പിറ്റാലിറ്റി കൂടുതലുള്ള കുറച്ച് ആളുകളാണ്. അതെനിക്ക് മനസ്സിലായി. അതിഥികളെ എങ്ങനെ വരവേൽക്കണം എന്നറിയാം. ഞങ്ങളെല്ലാവരും ഒരുപാട് മേഖലയിൽ കഴിവുള്ള ആളുകളാണ്. പക്ഷേ ഞങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നില്ല. സീരിയസ്ലി എല്ലാവർക്കും ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള തനതായ കഴിവുകളുണ്ട്. ബട്ട് ദെൻ അത് കണ്ടെത്തുക എന്നുള്ളതും അത് എക്സിബിറ്റ് ചെയ്യുക എന്നുള്ളതിനും ഒരു ഓപ്പർച്യൂണിറ്റി നിർബന്ധമായിട്ട് വേണം. ആൻഡ് ഐ ബിലീവ് ദാറ്റ് ദിസ് ഷോ ഇസ് ഗോണ ബി എ വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ഫോർ ഇറ്റ്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബിഫോർ വി കിക്ക് സ്റ്റാർട്ട്, ഈ ഒരു ഇവൻറ്റ് ഇത്രയും ഭംഗിയായിട്ട് ഇവിടെ ഓർഗനൈസ് ചെയ്യാൻ സാധിച്ചുവെങ്കിൽ വി ഹാവ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹൂം വി വുഡ് ലൈക്ക് ടു താങ്ക് ആൻഡ് റെക്കഗ്നൈസ് ഓൺ ദിസ് ഒക്കേഷൻ. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നല്ലൊരു കൈ നമുക്ക് നൽകാം. തിരൂർസ് ഗോട്ട് ടാലന്റ് എന്ന് പറയുന്ന ഈ ഒരു റിയാലിറ്റി ഷോ എന്ന വലിയൊരു സ്വപ്നം വളരെ സുലഭമായിട്ട് സാക്ഷാത്കാരമാക്കാനായിട്ട് ഞങ്ങളെ സഹായിച്ച ഫൈസൽ ജ്വല്ലറി, one of our leading sponsors. A bigger round of applause for them please together. And I would like to also thank the Molecule Innovations, who is yet another sponsors in the lead, for being with us and supporting us. And on the same time, തിരൂരിൽ ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ എല്ലാ ഫംഗ്ഷൻസും എല്ലാ മുഹൂർത്തങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് വിജയകരമായിട്ട് തുടക്കം കുറിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് നല്ല നല്ല മനസ്സുകളുടെ സഹായവും സാന്നിധ്യവും നിർബന്ധമായിട്ടും വേണം. അതിന് ഞാൻ പറയുന്നു, തിരൂരിലെല്ലാം നല്ലവരായ നിവാസികളും ഈ ഒരു തിരൂർസ് ഗോട്ട് ടാലന്റ് റിയാലിറ്റി ഷോ 2018 ഈ ഒരു വിജയകരമായ തുടക്കത്തിനും ഈ ഒരു നടത്തിപ്പിനും സഹകരിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതിന് നിങ്ങൾ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു കൈഡി നൽകാം. താങ്ക് യു സോ വെരി മച്ച് ഫോർ ബീയിങ് വിത്ത് us and trusting us. And especially thanks from all our members, from our family, friends, relatives. അതുപോലെ തന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്നും ടിക്കറ്റ് എടുത്ത് എൻ്റർ ചെയ്ത എല്ലാവർക്കും ഒരു വലിയ വെൽക്കം നൽകുന്നു. എന്നാ ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം കുറിച്ച തിരൂരിൻ്റെ മണ്ണിൽ തിരൂർസ് ഗോട്ട് ടാലന്റ് റിയാലിറ്റി ഷോ 2018 തുടക്കം കുറിക്കാൻ പോവാണ്. ഈ ഒരു ഇവൻറ്റ് ഇത്രയും പ്രൗഢഗംഭീരമായിട്ട് ഇവിടെ അവതരിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കാൻ സഹായിച്ചത് ഒരു മാസ്റ്റർ ബ്രെയിൻ ആണ്. And I'm so proud and so privileged to say that she is a women empowerment, a female, a lady, a lovely lady with all due responsibilities with the business side. She is always focused on the upliftment of Tirur. In fact, an honor to have her. Let me welcome Amis from Molecule Innovation on stage, the very own master brains, one of the master brains of Tirur's Got Talent reality show. പ്രൗഢഗംഭീരമായിട്ടുള്ള നല്ലൊരു കൈഡി നൽകി 3 മാസത്തിനുള്ളിൽ നമ്മുടെ തിരൂരിൽ ഇത്രയും വലിയൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത് ഈ ഒരു മാസ്റ്റർ ബ്രെയിൻ മാത്രമാണ്. Yeah, let me welcome the Tattatin Marathla Sundari. Can I have the profile of Molecule Innovations on stage as she's on stage?
So meanwhile, I would request Amis to please welcome the entire gathering officially from your style. താങ്ക് യു. ഒരു ഷോ ആയതുകൊണ്ട് ഒരു ഫോമൽ വെൽക്കം സ്പീച്ചിനൊന്നും നിൽക്കുന്നില്ല. എൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ അറിയാം, ഒരു മാസമായിട്ട് സംസാരിച്ച് സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്. ഒരു ഫോമൽ വെൽക്കം സ്പീച്ചൊന്നുമില്ല. എന്നാലും പറയാം, ഒരുപാട് നാളത്തെ ഞങ്ങളുടെ സ്വപ്നം ഇന്ന് സാക്ഷാത്കരിക്കപ്പെട്ടു എന്ന് തന്നെ പറയാം. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ തിരൂരിൽ തന്നെയാണ്. കുറച്ച് നാൾ തിരൂരുമായിട്ട് വിട്ടുനിന്നു. തിരിച്ചിവിടെ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്തപ്പോൾ തിരൂരിന് എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നിയപ്പോൾ ആദ്യം മനസ്സിൽ വന്ന കോൺസെപ്റ്റാണ് തിരൂർ ഹാസ് ഗോട്ട് ടാലൻറ്റ്. തിരൂരിലൊരു മൾട്ടി ടാലൻറ്റഡ് റിയാലിറ്റി ഷോ, ഏജ് ഗ്രൂപ്പിൻ്റെ ഡിഫറൻസ് ഇല്ലാതെ നമ്മൾ പൊതുവെ ഷോസിലൊക്കെ കണ്ടുവരുന്ന പോലെ എൻ്റെ നാട്ടിലും ഒരു നല്ല ഷോ വരണം. നമ്മുടെ നാടിൻ്റെ ഒരു കൾച്ചർ കുറച്ച് കൺസർവേറ്റീവായിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. നമുക്കധികം ഇവൻറ്റ്സും ഷോസൊന്നും നടക്കാറില്ല. ഐ തിങ്ക് മലപ്പുറം ജില്ലയിൽ തന്നെ ഇതൊരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, ആ മൾട്ടി ടാലൻറ്റഡ് റിയാലിറ്റി ഷോ. ഡെഫിനറ്റ്ലി ഇവർ പറഞ്ഞതുപോലെ ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്നൊക്കെ പറയുമ്പോൾ ഐ ഡു നോട്ട് എഗ്രി വിത്ത് ദാറ്റ്. എൻ്റെ ഒരു കോൺസെപ്റ്റാണ്. എൻ്റെ കൂടെ നിന്ന് ഒരുപാട് പേര് ഇതിനെ അപ്ലിഫ്റ്റ് ചെയ്ത് ഈ ഒരു പോയിന്റിലേക്ക് എത്തിച്ചു. കഴിഞ്ഞൊരു 3-4 മാസമായിട്ട് ഇതിൻ്റെ ഓഡിഷൻസും എലിമിനേഷൻ റൗണ്ട്സൊക്കെ നടക്കുകയാണ്. ഇത് ഇങ്ങനെ ഒരു സക്സസ്ഫുൾ ഷോ ആയി, ഒരു റിയാലിറ്റി ഷോ എന്ന കോൺസെപ്റ്റ് ഇവിടെ റിയലിസ്റ്റിക് ആയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മാത്രം ട്രയലോ അല്ലെങ്കിൽ എൻ്റെ മാത്രം മാസ്റ്റർ ബ്രെയിനോ ഒന്നുമല്ല. ഞങ്ങളൊരു ടീം എഫേർട്ടാണ്. ഞങ്ങളൊരു ഫാമിലിയായി കഴിഞ്ഞ 2-3 മന്ത്സായിട്ട് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ളതാണ് ഈ ഒരു റിയാലിറ്റി ഷോ. എൻ്റെ ഇവിടുത്തെ ഒരു ഫോമൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് ടു വെൽക്കം യു ഓൾ. തിരൂർ ഹാസ് ഗോട്ട് ടാലൻറ്റ് മൾട്ടി ടാലൻറ്റ് റിയാലിറ്റി ഷോ ഗ്രാൻഡ് ഫിനാലിയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമുക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരാൾ ഇന്നിവിടെ വന്നിട്ടുണ്ട് അല്ലേ? നമ്മുടെ തിരൂരിൽ വന്നിട്ടുണ്ട്. സിനിമാ രംഗത്ത് വളരെ പ്രാഗൽഭ്യം തെളിയിച്ച, വളരെ പ്രെറ്റി ആയിട്ടുള്ള, നമുക്കെല്ലാം ഇഷ്ടമുള്ള നമ്മുടെ ആരാണ് വന്നത്? ഹണി റോസ്. Give her a big round of applause and thank you for coming. I welcome you to the show, ma'am. നമ്മുടെ തിരൂർ എന്ന് പറയുന്ന കൊച്ചു ടൗണിൽ ഞങ്ങൾക്ക് ഇതിലും നല്ലൊരു ചോയ്സ് ഉണ്ടായിരുന്നില്ല. I gladly welcome you, ma'am. ഇത് കൂടാതെ സിനിമാ രംഗത്തും അതുപോലെ സാംസ്കാരിക രംഗത്തുമൊക്കെ പ്രഗത്ഭരായിട്ടുള്ള ഒരു ജഡ്ജിങ് പാനൽ കൂടെ നമുക്കുണ്ട്. I would like to welcome Mr. Tej, music director, Ms. Sajna Najam, choreographer, Shalna Vijay, she's an experienced dancer and jury member. ഫിറോസ് ബാബു സർ, നമ്മുടെ തിരൂരിൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമായ ഫിറോസ് ബാബു സർ, he'll get back to us soon. ആഫ്റ്റർനൂൺ സെഷനിൽ സർ ഉണ്ടാവും. ആൻഡ് വി ഹാവ് എ വെരി പ്രെറ്റി ലേഡി, മിസ് അർച്ചന രവി, ഷീസ് എ മോഡൽ. ഐ വെൽക്കം യു ഓൾ. നമ്മുടെ മാപ്പിളപ്പാട്ടിൻ്റെ വാനമ്പാടി നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, രേന മാമും ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഐ വെൽക്കം യു മാം. എൻ്റെ കൂടെ ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാൻ എൻ്റെ കൂടെ തന്നെ നിന്ന എൻ്റെ കോർഡിനേറ്റേഴ്സ്, മാനേജിംഗ് ഡയറക്ടർ ഓഫ് നാഷ് ബൊട്ടീക്ക് നഷീദ, ഷാനിങ് ഷെഫ് മാനേജിംഗ് ഡയറക്ടർ മിസ് ഫാത്മ റൂബി, ഐ വെൽക്കം യു. ഞങ്ങളുടെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള തുഞ്ചൻ മീഡിയ എന്ന ഓൺലൈൻ ഫേസ്ബുക്ക് ചാനൽ, സെവോക്സ് ടെക്നോളജീസ് CEO മിസ്റ്റർ സന്ദീപ്, ക്ലാവ്രോൺ എന്ന ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീം, കേക്ക് ഫെയറി, എല്ലാ സപ്പോർട്ടേഴ്സിനെയും ഐ വുഡ് ലൈക്ക് ടു വെൽക്കം യു. ഞാൻ മറന്നിട്ടില്ല നമ്മുടെ കണ്ടസ്റ്റൻസ്, പാരൻസ്, തിരൂരിലും അതുപോലെ മലപ്പുറം ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന ഫാമിലീസ്. ഞങ്ങളുടെ ഷോ എന്താണ് എന്നുള്ള ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ടാവും. I welcome you all to the stage. I welcome you all to the show. Thank you. All right, ladies and gentlemen, Tiru's Got Talent reality show 2018 വേദിയിൽ അടുത്തതായിട്ട് ഞാൻ സ്വാഗതം ചെയ്യാൻ പോകുന്നത് തിരൂരിൻ്റെ പബ്ലിക് ഡിമാൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിനെയാണ്. In fact, my anchor is sweating. My co-anchor is sweating. He's literally sweating. I don't know how to deal with him. But I have to call that particular beautiful lady on stage. So, Tirur, are you all ready for Honey Rose on stage? Are you all ready? All right.
Tirur's Got Talent Reality Show 2018 വേദിയെ ധന്യമാക്കാൻ, കളർഫുൾ ആക്കാൻ, എലഗന്റ് ആക്കാൻ, to make it more beautiful and colorful, let me welcome the very beautiful, the most demanded actress of Malayalam film industry, the beautiful Honey Rose on മലയാളത്തിന്റെ ഭാഗ്യ stage. നായിക കൂടിയാണ്. 2005 വിനയൻ സംവിധാനം ചെയ്ത ബോയ് ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലേക്ക് കാൽവെപ്പ് നടത്തിയ ഹണി റോസ് ചുരുങ്ങിയ കാലം കൊണ്ട് തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് പുതിയ മുഖം നൽകുകയായിരുന്നു. മലയാള സിനിമാ രംഗത്ത് നായികാ പ്രാധാന്യം കുറഞ്ഞ സിനിമകളുടെ കാലയളവിൽ തികഞ്ഞ ദിശാബോധത്തോടെ തിരഞ്ഞെടുത്ത ശക്തമായ കഥാപാത്രങ്ങളിലൂടെ ഹണി റോസ് മലയാള സിനിമാ പ്രേമികളുടെ ഇഷ്ടതാരമായി മാറി. 2012 ജയസൂര്യ അനൂപ് മേനോൻ കൂട്ടുകെട്ടിൽ പിറന്ന് VK പ്രകാശ് സംവിധാനം നിർവഹിച്ച ട്രിവാൻഡ്രം ലോഡ്സ് എന്ന സിനിമയിലെ ധ്വനി നമ്പ്യാർ എന്ന ശക്തമായ കഥാപാത്രം തെന്നിന്ത്യൻ സിനിമയുടെ നായികാ സങ്കല്പങ്ങളുടെ മുഖച്ഛായ തന്നെ മാറ്റിയെടുത്തു. തുടർന്നങ്ങോട്ട് തമിഴിലും തെലുങ്കിലും മലയാളത്തിലുമായി ഒട്ടേറെ മികച്ച സിനിമകളുടെ ഭാഗമാകാൻ ഹണി റോസിന് സാധിച്ചു. നിശ്ചയദാർഢ്യം കൊണ്ടും അർപ്പണ മനോഭാവം കൊണ്ടും തെന്നിന്ത്യൻ സിനിമാ ലോകത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഈ താരസുന്ദരിയെ തിരൂർ ഗോട്ട് ടാലന്റ് ഷോയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. Alright, I always wonder when I see Honey Rose, ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ശരിക്കും ഹണി റോസ് ഒരു ഹ്യൂമൻ ബീങ് ആണ്, അത് മെഴുകിൽ തീർത്തൊരു പാവയാണോ? ലുക്ക് അറ്റ് എ പെർഫെക്റ്റ് സ്കിൻ, ബോഡി. I'm really jealous. I'm sure തിരൂരിലെ ഓരോ പെൺകുട്ടികളുടെ മനസ്സിൽ ഇപ്പം അസൂയയുടെ വിത്തുകൾ ഇങ്ങനെ വളർന്നു തുടങ്ങിയിട്ടുണ്ട്. It's okay, it's all a part of the show. We have another person coming up on stage കുറച്ചും കൂടി അസൂയ കൂട്ടാനായിട്ട്. So anyways, but before that, Honey Rose, തിരൂർ would like to hear your voice. And here we go. എല്ലാവർക്കും നമസ്കാരം. എന്തുണ്ട് വിശേഷം? സുഖാണോ? ഒത്തിരി സന്തോഷമുണ്ട്. സാധാരണ ഞങ്ങൾ പോകാറുള്ളത് ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം, ഔദ്യോഗികമായ ഇനാഗ്രേഷനൊക്കെ ആയിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് ഒരു റിയാലിറ്റി ഷോ. അത് നമ്മൾ സാധാരണ ചാനൽസിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് പോകാറുള്ളത്. സോ അല്ലാതെ ഒരു റിയാലിറ്റി ഷോ തിരൂരിൽ സംഘടിപ്പിക്കുന്നു. അതെനിക്ക് തോന്നുന്നു ഒരു പുതിയൊരു ഇന്നോവേഷനാണ്. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു അമീസിന്. അതേപോലെ തന്നെ ഇവിടെ വന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ഇതിൽ പങ്കെടുക്കാൻ പോകുന്ന എല്ലാ പാർട്ടിസിപ്പൻസിനും എല്ലാവിധ ആശംസകളും നേരുന്നു. കുറച്ച് പേരെയൊക്കെ ഞാൻ മീറ്റ് ചെയ്തു, സെൽഫി എടുത്തു. അപ്പം അതെനിക്ക് വലിയ സന്തോഷം തന്നൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഇനി നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് തകർക്കാം. ഇവിടെ ഒരാൾ വാക്കുകളാൽ വേർപ്പ് മുട്ടി വിങ്ങി നിൽക്കുകയാണ്. ഒരു ഗ്ലാസ് കോംപൈൻ കുടിച്ചാൽ ഒരു പക്ഷേ എനർജി വരുമെന്നാണ് വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് ഒരൊറ്റൊരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. അഞ്ജു, ഒരിക്കലും ഇത് പ്ലാൻഡ് ആണെന്ന് തോന്നിപ്പിക്കരുത് കേട്ടോ. ഇത് വളരെ നാച്ചുറലായിട്ട് നടക്കുന്നൊരു സംഭവമാണ്. എനിക്കൊരു റോസ് പതുക്കെ കൊണ്ട് തരണം. ഞാൻ ഈ റോസിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹണി റോസിന് ഇതൊന്ന് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഇസ് ഇറ്റ് അപ്രീഷിയേറ്റബിൾ? Can we have an applause for the lovely romantic moment on stage? So എന്തായിരുന്നു നമ്മുടെ രാജുവിൻ്റെ റിക്വസ്റ്റ്? ഹണി റോസ് എന്തോ പാടണമെന്നോ ഡാൻസ് എന്തായിരുന്നു? ഓ, തൽക്കാലം സെൽഫിയിൽ ഒതുക്കിയിട്ട് ശേഷം റിക്വസ്റ്റ് ബാക്ക് ടു ബാക്ക് വരുന്നതായിരിക്കും. കണ്ണൊക്കെ നിറഞ്ഞു രാജുവിൻ്റെ. ആ ഒരു മുഖം കണ്ടോ? ശരിക്കും പറഞ്ഞാൽ കഥകളിക്ക് വേഷം കുറച്ച് ഹൈറ്റിന്റെ കുറവേ ഉള്ളൂ. Alright, so തിരൂരിൻ്റെ ഒരു റിക്വസ്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? എത്ര പേർക്ക് ഹണി റോസ് ഒരു പാട്ട് പാടിയാൽ കൊള്ളാമെന്ന് തോന്നുന്നു? എപ്ലോസ് കൈയടിച്ചോളൂ. ലെറ്റ്സ് നോട്ട് ബി ഇൻ ദി ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്താണെന്നറിയോ? നമ്മുടെ മലയാള സിനിമയിൽ തന്നെ വിത്തൗട്ട് മേക്കപ്പിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ ചുരുങ്ങിയ നടിമാരിൽ ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ റോസ് കൊടുത്തത്. Yeah, it's really spicy. That's nice. So now Honey Rose ഒരു request, just 2 songs, just 1 line. എനിക്ക് പാടാനുള്ള കഴിവുണ്ടായിരുന്നു, ഞാൻ പാടിയേനെ. പക്ഷെ അതില്ല. എന്തിനാണ്? അപ്പോൾ ഇവിടെ ഒത്തിരി ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ നല്ല പാട്ടുകാർ കാണും, അവരുടെ പാട്ട് കേൾക്കാം. അതായിരിക്കും നമുക്ക് റിസ്ക് ഇല്ലാണ്ട്. നിങ്ങൾക്ക് വേണ്ടി 2 വരി പാടണോ? 2 lines. ഒരു രക്ഷയില്ല, പാട്ട് ഒരു രക്ഷയില്ല. കയ്യിന്ന് പോകുന്നില്ല. വെള്ളിയും മുത്തും പൗഡും ഒക്കെ വീടും. അപ്പോൾ അതുകൊണ്ട് വേണ്ട, ആ റിസ്കിലേക്ക് നമ്മൾ പോകണ്ട. നമുക്കൊരു അതായിരിക്കും നല്ലത്. I think we have talents obviously who would love to sing and dance for us all through this day, but now quickly as a celebrity I would appreciate if you could just go for a selfie with our crowd. Okay, നമ്മുടെ രാജുവിൻ്റെ ഫോണിൽ കംപ്ലീറ്റ് തിരൂരിനെയും കവർ ചെയ്തുകൊണ്ട് ഒരു സെൽഫി എടുത്തിട്ട് ഹണി റോസിൻ്റെ ഒഫീഷ്യൽ പേജിൽ ആ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്തതായിരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും ഇന്ന് സെലിബ്രിറ്റി ആകാൻ പോവാണ്. Ready? Okay, I'll take it so that you will just be comfortable. Ready? 3, 2, 1 and here we go.
All right, that was nice. That was really nice. Thank you so very Thank much, you. ma'am. Thank you for being on stage. So I would request you to please stay back as we have another ceremony to take place. The logo release of one of the most beautiful brands in Tirur. For that particular matter, I would request Mr. Faisal Babu of Faisal Jewelry to please come up on. But before that, can we have the video of Faisal Jewelry to be played on screen? എന്നും എല്ലാവർക്കും ഒരേ ചോയ്സ്. ഫൈസൽ ജുവല്ലേഴ്സ്, ഏരൂർ റോഡ്, തിരൂർ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, മികച്ച കളക്ഷൻസ്. ഐശ്വര്യമുള്ള മുഹൂർത്തങ്ങൾക്ക് ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കാത്തതാണ് തിരൂരിൻ്റെ സ്വന്തം ഫൈസൽ ജുവല്ലേഴ്സ്. ഫൈസൽ ജുവല്ലേഴ്സിൻ്റെ ദി വെരി ഓൺ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ Faisal Babu is here with us, a very humble, down-to-earth personality, I would say. I also request Amis to please come and join. Can we have you joining here, sir, please, right beside Honey Rose? I request Amis from Molecule Innovations to please come and join us on stage because we have a... ഹലോ, ഫൈസൽക്കാർ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് തിരൂർക്കാരൻ. നേരത്തെ ആമീസ് നമ്മുടെ ഫിറോസ് കെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ തിരൂരിൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. ബിസിനസ്സുകാരൻ എന്നതിലുപരി ഇസ് എ ഗുഡ് ഹ്യൂമൻ ബീയിങ് ഓൾസോ. All right. അപ്പോൾ അതുപോലത്തെ ഒരുപാട് മേഖലയിൽ Maybe that's why we could make Tirur's Got Talent so well happening. So welcome you, ma'am, once again. He's a good singer. Okay, സിംഗറാണ് നമ്മുടെ ഒരു possibility. ഇത് ഫൈസൽ ഭായ് എനിക്ക് തോന്നുന്നു ആ ഭാഗം ക്ലിയർ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ഹണി റോസ് പാടുന്നില്ല എന്ന് പറഞ്ഞു. ആ ഒരു വിഷമം മാറ്റാനായിട്ട് ഫൈസൽ ഭായ് എത്തിയിരിക്കുകയാണ്, തിരൂരിൻ്റെ സ്വന്തം കരുത്ത് അല്ലേ. So but before that, I request Amis ma'am to please join. Ladies and gentlemen, we would like to proudly announce that now it's time for the official release of Faisal Jewelry's logo release ആണ് ഇപ്പോൾ നമ്മൾ ഒഫീഷ്യലി ചെയ്യാൻ പോകുന്നത്. For that matter, I request Honey Rose to please switch on to this. I'm going to hand over a remote to you right now, and I would request you to please enact, like you switch on and officially inaugurate the logo. Ready? Thank you. So now we're ready. The official logo release of Faisal Jewelry, presenting to you by the very gorgeous Honey Rose. Can we have a clap for that, please, together? So this is how exactly the Faisal Jewelry logo is going to be like, so that the whole world comes to know that this is Faisal Jewelry. Thank you so very much. I now request Mr. Faisal Babu to please speak a few words on this occasion. Rendu vaakku. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. തിരൂർ ഗോട്ട് ടാലൻറ്റ് എന്ന റിയാലിറ്റി ഷോ കാണുവാനെത്തിയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. അവിടെ നിന്ന് ഒരു ശബ്ദം കേട്ടായിരുന്നു, ഒരു പാട്ട്, രണ്ടുപേരി ഹണി റോസിന് വേണ്ടി. പുള്ളി കൂടുതൽ സംസാരിക്കില്ല, പക്ഷെ പാടും. So acknowledging that we are running out of time, thank you so very much, dignitaries on stage, for joining. Thank you, ma'am. Can we have a big round of applause for the celebrities on stage, the personalities on stage? Thank you so very much. All right, ladies and gentlemen, Tirur's Got Talent reality show 2018 ന്റെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ സെറമണി നിർവഹിക്കേണ്ടിരുന്നത് ബഹുമാനപ്പെട്ട MLA ആണ്. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ ചടങ്ങിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അദ്ദേഹം ഉദ്ഘാടന പ്രസംഗം പരിപാടിയുടെ ഇടയിൽ തന്നെ നൽകുന്നതായിരിക്കും. നമ്മൾ ഔപചാരികമായിട്ട് ഉദ്ഘാടന ചടങ്ങ് നമ്മളിവിടെ നിർവഹിക്കുന്നില്ല, മറിച്ച് റിയാലിറ്റി ഷോയിലേക്ക് നമ്മൾ കടക്കാണ്. കാരണം ഒരുപാട് കുരുന്നുകൾ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്, ഒരുങ്ങി സുന്ദരന്മാരായി. അപ്പോൾ അവരുടെ കഴിവുകൾ കാണാനായിട്ട് മാതാപിതാക്കളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. തിരൂരിൻ്റെ ചരിത്രം മാറ്റി സൃഷ്ടിക്കുന്ന ഈ ഒരു വേളയിൽ നമ്മുടെ റിയാലിറ്റി ഷോസിലേക്ക് പോകുന്നതിന് മുന്നേ ജഡ്ജസിനെ നമ്മളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. തിരൂർസ് ഗോട്ട് ടാലൻറ്റ് റിയാലിറ്റി ഷോ 2018 മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരുപാട് കഴിവുള്ള കലാകാരന്മാരും കലാകാരികളും ഉണ്ടെങ്കിൽ പോലും ഏറ്റവും മികച്ച കലാകാരന്മാരെയും കലാകാരികളെയും കണ്ടെത്തുക എന്ന് പറയുന്നതാണ് ഒരു ടാലൻറ്റ് ഹണ്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
ഏറ്റവും നല്ല ടാലൻസിനെ കണ്ടെത്താനായിട്ട് ദൈവം നമുക്ക് അനുഗ്രഹിച്ച് നൽകിയ ഒരുപാട് ദി കൺസേൺഡ് കാറ്റഗറി റിലേറ്റഡ് ആയിട്ട് ഏരിയയിൽ പ്രഗത്ഭരായിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ആൻഡ് ഐ എം സോ ഗ്രാറ്റിഫൈഡ്. ഐ ഫീൽ സോ പ്രൗഡ് ടു ഇൻട്രൊഡ്യൂസ് each and every judges on stage accordingly. First of all, I would like to take my time to welcome one of the chief guests of this evening. And it is none other than someone who is very gorgeous, very beautiful, creates a pinch of jealous in me, very close friend, sister of mine. I've always been close to her sometimes, but today she's like traveled a very long way ahead. She is the Miss Global 2016 and she is the Miss Global 2018 as well. An anchor, an actress, a model, maybe in the future a great producer and an entrepreneur. I would request you to please pay your attention on the screen as we have the profile of Archana Ravi being played. അസഹായമായത് നിസ്സഹായം സ്വന്തമാക്കാൻ അസാധ്യമായ കഴിവുള്ള നമ്മുടെ സ്വന്തം അർച്ചന രവിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. With a big round of applause, this is Archana Ravi, the renowned model of India on stage. I mean the world, I would say. A big round of applause for Miss Archana Ravi on stage. One of the judges. കയ്യടി കൊടുക്കുക. So welcome, Miss Gorgeous. Before we kickstart, I would request you to please speak about Thiruru's Got Talent and your words. Thank you, Anshu, for the wonderful introduction about me. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഈ ഒരു വേദിയിൽ എത്തിച്ചേർന്നതിൽ. ആദ്യമായിട്ടാണ് തിരൂരിൻ്റെ മണ്ണിൽ ഞാൻ വരുന്നത്, അതും ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലെ ഏറ്റവും വലിയൊരു റിയാലിറ്റി ഷോയിൻ്റെ ഭാഗമായി ഒരു ജഡ്ജായി എത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് all the very best to the contestants. Looking forward for some amazing talents. And this is also the first stage with Honey Rose. So happy to see you here. Well, all the best to everyone and thank you so much for having me here. Thank you. Thank you so very much. I request to please go take your seats there, right at the panel of judges to be seated in. Well, ladies and gentlemen, now it's time to welcome someone whom I adore a lot. I've never met her in person, but I've heard a lot. I've been following her on Instagram, Facebook. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ടസ്റ്റൻസ് ആണ്. കാരണം അവരുടെ ടാലന്റ് ആണ് നമ്മളെ പലപ്പോഴും അതിശയിപ്പിച്ചത്. അപ്പോൾ ഈ കണ്ടസ്റ്റൻസ് എല്ലാവരും നമ്മുടെ റൈറ്റ് സൈഡിലെ ഗ്രീൻ റൂമിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. സോ എല്ലാ കണ്ടസ്റ്റൻസും എല്ലാ പാർട്ടിസിപ്പൻസും എത്രയും വേഗം റൈറ്റ് സൈഡിലെ ഗ്രീൻ റൂമിൽ റിപ്പോർട്ട് ചെയ്യുക. മീൻ വൈൽ ഐ എം സോ ഈഗർ ടു വെൽക്കം മൈ ഫേവറേറ്റ് പേഴ്സണാലിറ്റി ഓൺ സ്റ്റേജ്. 17 years of amazing successful journey in the industry. Not just the Kerala film industry, but Bollywood, Tollywood, Collywood, Mollywood, everywhere, with beautiful, amazing group of students settled in Trivandrum, but who is well known all across Kerala and in India. The choreographer and an amazing groomer for reality shows. Kerala State Award winner for the film Vikramaditya. Current movies, Urukku Prasida Payan, Allu Ramendran, Argentina fans, Kotur Kadavu, Padinettam Padi, all right, I'm sorry about that mispronunciation. Always looking very young, very energetic, with amazing attitude, lovely sister, mother, choreographer, friend. Let me welcome with all due respect, love and privilege, this is our beloved Sajna Najam ma'am on stage as we have the profile of Sajna Najam ma'am being played on screen. ഞാൻ മാമിൻ്റെ കുറിച്ചൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ ശരിക്ക് ഞെട്ടിപ്പോയി. കാരണം നമ്മുടെ പ്രോഗ്രാമിൻ്റെ തന്നെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇത്തരം ജഡ്ജസിനെ നമുക്ക് പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്.
So, yeah, a bit of nervousness in me because I'm standing right beside my favorite. So, ma'am, would you mind please addressing the gathering? നമസ്കാരം. ആദ്യമായിട്ട് എന്നെ ഇവിടെ വിളിച്ചപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനൊരു ഇവൻറ്റ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ ചോദിച്ചു, ഈ തിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത്രയും ടാലൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അതെൻ്റെ അറിവില്ലായ്മയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടു എന്തുമാത്രം എന്തൂസിയാസ്റ്റിക് കുട്ടികളാണ് ഇവിടെ ഉള്ളതെന്നും അതുപോലെ തന്നെ പാരൻസും. ഐ എം സോ ഹാപ്പി ബീങ് ഹിയർ. പ്രത്യേകിച്ചും എൻ്റെ കൂടെ ഹനിയുണ്ട്, ഷെൽന മാം ഉണ്ട്, റഹന മാം ഉണ്ട്, വിറോസ് ബാബു സർ, തേജ് സർ എല്ലാവരും ഉണ്ട്. ആൻഡ് ഓക്കെ അഫ്കോഴ്സ് അർച്ചന ടു. ആൻഡ് അഞ്ജു പറഞ്ഞ മാതിരി അഞ്ജുവിനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. ഇതുവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഷോസ് വരുമ്പോൾ അഞ്ജുവിനെ ഞാൻ വിളിക്കാറുണ്ട്, റെഫർ ചെയ്യാറുണ്ട്. ഐ എം സോ ഹാപ്പി ബീങ് ഹിയർ and waiting to watch lovely faces, waiting to watch lovely talents here. Thank you so much for calling me. It's an honor having you here, ma'am. So I would request you to please move forward and take one of the judging seats in the panel. And now time to welcome the next judge for the event. അടുത്തായി നമ്മൾ വിളിക്കാൻ പോകുന്നത് നമ്മുടെ തേജ് ഭായി ആണ്. ഞാൻ അഞ്ജുനോട് പറഞ്ഞു ഞാൻ വിളിക്കുക, കാരണം ഞങ്ങൾ മലബാർ ഏരിയയിലെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ ഒരാളാണ്. വർഷങ്ങളായിട്ട് ബോൺ ആൻഡ് ബോട്ടപ്പ് മ്യൂസിക്കിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ആൽബംസ്, ഒരുപാട് സിനിമകൾ, അതുപോലെ തന്നെ ഒരുപാട് സിംഗേഴ്സിനെ ഉണ്ടാക്കിയെടുത്ത ഒരാൾ. അതിലുപരി മെയിൻ ചാനൽസിലൊക്കെ ജഡ്ജായിട്ടും ഉണ്ടായിരുന്ന നമ്മുടെ തേജ് ഭായിയെ വെൽക്കം ചെയ്യാണ്. പ്ലീസ് വെൽക്കം സാർ. നല്ലൊരു അടിപൊളി കയ്യേറ്റ് കൊടുക്കുക. കാരണം ഞങ്ങൾ വിളിച്ചപ്പോൾ പുള്ളിയെ ഇന്നിവിടെ കിട്ടുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. Morning and welcome to the show, sir. I now request Mr. Tej Marvin to please speak a few words on this occasion. തിരൂരിലെ എല്ലാ നല്ല നാട്ടുകാർക്കും നന്ദി പറയുന്നു. ഈ ഒരു ഫംഗ്ഷനിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ ഭാഗ്യമുണ്ട്. കുറേ റിയാലിറ്റി ഷോ ഞാൻ ടി വിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലൈവ് ഹാളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാ സംഘടകർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. Well, thank you so very much, sir. ഒരു രണ്ടുപേരി മൂളിയിട്ട് അങ്ങ് പതുക്കെ പോയിരിക്കുകയാണെങ്കിൽ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ബിക്കോസ് എല്ലാവർക്കും ഒരു ഊർജ്ജമായിരുന്നു, ഒരു എനർജി ആയിരുന്നു. ജസ്റ്റ് 2 lines for us, please. പൃഥ്വിരാജിൻ്റെ താന്തോന്നി എന്ന പടത്തിൽ ഞാൻ ചെയ്ത എനിക്കിഷ്ടമുള്ള ഒരു 4 വരി പാടാം. കാറ്റു പറഞ്ഞതും കടലു പറഞ്ഞതും കാലം പറഞ്ഞതും പൊള്ളാണേ, കാലം പറഞ്ഞതും പൊള്ളാണേ. പൊള്ളല്ല പൊന്നേ നെഞ്ചകമാകെ പൊള്ളുന്ന നോവാണേ. കാറ്റു പറഞ്ഞതും കടലു പറഞ്ഞതും കാലം പറഞ്ഞതും പൊള്ളാണേ, കാലം പറഞ്ഞതും പൊള്ളാണേ. താങ്ക് യു. താങ്ക് യു സർ. Too much of blessings for the event. Thank you so very much, sir. I request one of our beloved judges to please take the judging panelists. Ladies and gentlemen, let me now welcome someone who is very elegant and beautiful and so Indian. You know, എത്രയൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞാൽ എത്രയൊക്കെ ഫാഷനബിൾ ഡ്രസ്സ് ഇട്ടാലും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഇന്ത്യൻ ആണ്. ആ ഇന്ത്യൻ നമ്മൾ ഏറ്റവും കൂടുതൽ ആവാൻ ആഗ്രഹിക്കുന്നത് ശരിക്കും ഒരു ഇന്ത്യൻ ബ്യൂട്ടി, ആ ഒരു ഇന്ത്യൻ അറ്റയറൊക്കെ ധരിച്ചിരിക്കുന്നത് കാണുമ്പോഴാണ്. Dance is something that is called a blessed talent. But if you want to become a doll, if you want to become a taunton, obviously you have to be focused on the right person who considers dance as God, who was born
in the family of arts, wherein the mother was a singer, father was a writer, and she fortunately became an amazing dancer with n number of awards in her category, with n number of recognitions in her life. With all due respect, let me welcome on stage, this is Srimati Shelna Vijay, the amazing, beautiful dancer of India, a very proud daughter of Kerala, who is here in Tirur to be a part of this wonderful Tirur's Got Talent reality show 2018. Ladies and gentlemen, Shelna Vijay ma'am on stage. A beautiful Kerala lady. Okay? Namaskaram ma'am. So, ഡാൻസ് മ്യൂസിക് എല്ലാം കലർന്നൊരു റിയാലിറ്റി ഷോയിൽ മാമിൻ്റെ ആ ഒരു കോൺസെപ്റ്റ്, മാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഈ ഒരു ഷോവിനെ കുറിച്ച് 2 വാക്ക്. എല്ലാവർക്കും നമസ്കാരം. ഒരു വലിയ ഇൻട്രോ ഒന്നും വേണ്ട അല്ലേ? ഇവിടെ ഇരിക്കുന്ന പാരൻസിനൊക്കെ എന്നെ അറിയാം. നമ്മൾ കുറച്ച് ദിവസമായിട്ട് കാണുന്നതല്ലേ. ഈ വെളുത്ത കൊട്ടാരത്തിൻ്റെ അകത്ത് ഒരുപാട് ചക്രവർത്തിനിമാർ എൻ്റെ മുന്നിലുണ്ട്. നൃത്തത്തിലുണ്ട്, മോഡലിംഗ് രംഗത്തുണ്ട്. തേജ് സാർക്ക് എന്നെ അറിയില്ല. തേജ് സാറ് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ശരണ്ൻ്റെ സിസ്റ്ററാണ്. പിന്നെ ഹണി റോസ് പേര് പോലെ കേട്ടോ, ഹണിയാണ് ശരിക്കും. അഴകിങ്ങനെ ഹണി പോലെയാണ്. എല്ലാവരും കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഞാനിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ കണ്ടിട്ട് ഞാൻ എൻ്റെ കുട്ടികളെ കുറിച്ചിട്ടാണ് ഓർക്കണം. എൻ്റെ വലത്ത് ഭാഗത്ത് അവരിങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അവരെയൊക്കെ നല്ലോണം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അവരുടെ ടാലൻറ്റ് ശരിക്കും അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കണത്. പിന്നെ ഈ ഷോയിൽ ഞാൻ വന്നപ്പോൾ ഞാൻ കണ്ടത് വെച്ചാൽ ഒന്നും അല്ല കേട്ടോ, ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. അത്ര ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളുടെ മുന്നിലാണ് ഞാനിരുന്നിട്ട് മാർക്കിട്ടത്. അപ്പോൾ പിഴവുകളൊന്നും വരുത്താതെ ഗുരുക്കന്മാർ പഠിപ്പിച്ച ടീച്ചേഴ്സ് എല്ലാവരും എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ ജഡ്ജിങ് പാനലിലുണ്ടായിരുന്ന അഭിലാഷ് സാറ്, അനൂപ് സാറ്, ഞാൻ അടക്കം ഞങ്ങളെല്ലാവരും വിസ്മയിച്ചു പോയിട്ടുള്ള പ്രകടനമാണ് ഇവിടെയുള്ള കുട്ടികൾ പലപ്പോഴും കാഴ്ചവെച്ചിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുകയാണ് അവർ നന്നായിട്ട് ഇനിയും ചെയ്യട്ടെ എന്ന്. Well, thank you so very much, Shelna ma'am. Would you mind please joining the judging panelists to be one of the beautiful judges for this event? എനിക്ക് തോന്നുന്നു ഇന്നിവിടെ പ്രത്യേകിച്ച് ഞങ്ങൾ തിരൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ആളുകൾക്ക് അറിയുന്ന ഒരാളെയാണ് ഞാൻ വേദിയിലേക്ക് അടുത്തായി ക്ഷണിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ മലബാറിൻ്റെ ചിത്ര എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. പാടിയ പാട്ടുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ ചിലപ്പോൾ അവർ പോലും എണ്ണിയിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. മറ്റാരുമല്ല, ഞങ്ങളുടെ പ്രിയങ്കരിയായ മലബാറിൻ്റെ ചിത്ര റഹനാത്ത. ഒരു അടിപൊളി കൈയടി കൊടുക്കുക. കാരണം റഹനാത്തയൊക്കെ കാണുമ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലെ ഒരാളെ പോലെ ഫീൽ ചെയ്യുന്നു. കാരണം അത്രയധികം സ്റ്റേജിൽ കണ്ടിട്ടുണ്ട്. ഈ അവസരത്തിൽ നമ്മുടെ ആമീസിനെ അവരോടുള്ള റെസ്പെക്റ്റ് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. കാരണം ഇത്രയധികം നല്ല ജഡ്ജസിനെ ഇവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും വലിയ കാര്യമായിട്ട് എടുക്കുന്നത്. സോ ഇൻഫാക്റ്റ് ഈ ഒരു മൊമെൻറ്റിൽ 2 വാക്ക് സംസാരിക്കാനായി റഹന മാമിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഒരുപാട് സന്തോഷം. എൻ്റെ അറിവ് വെച്ച് ശരിക്കും പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ ഒരു ഷോ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. ഹണി റോസിൻ്റെ റിംഗ് മാസ്റ്റർ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. ബാക്കിയെല്ലാം ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷേ അത് നെഗറ്റീവ് അസലായിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളതൊരു വെറൈറ്റി ആയിട്ട് അതിലേക്ക് പോകുമ്പോഴല്ലേ കൂടുതൽ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഞാൻ പെട്ടെന്ന് നമുക്ക് കോമ്പറ്റീഷനിലോട്ട് പോകണ്ടേ, അപ്പോൾ അധികം സംസാരിക്കുന്നില്ല. എന്തായാലും ഈ ഒരു അവസരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. Thank you so very much, ma'am. I would appreciate if you could just take one of the chairs and be one of our judging panelists. We were supposed to have Firoz Babu sir as one of our judges, but
ഐ ബിലീവ് വുഡ് സൂൺ ജോയിൻ us. അദ്ദേഹം ഈ ഒരു ചടങ്ങിൽ ഈ ഒരു മൊമെൻറ്റ്സ് വരയ്ക്ക് എത്തിച്ചേർന്നിട്ടില്ല. മേ ബി ബിസി സ്കെഡ്യൂൾസ് കാരണമാകാം. But it's okay, we would wait for him. But as we have the entire judges settled, as we have Honey Rose excitingly waiting to witness the entertainment, ladies and gentlemen, Tirur's Got Talent Reality Show 2018 തുടക്കം കുറിക്കാൻ പോവാണ്. തയ്യാറാണോ? Show me that you guys are ready. Give me some energy. Make some noise, everyone together. പോരാ തിരൂരിൻ്റെ ആ ഒരു ഊർജ്ജം ഇങ്ങോട്ട് പോരട്ടെ. ഞാൻ 3, 2, 1 പറയുമ്പോൾ ഇവിടുത്തെ ഓരോ മുത്തുക്കൾക്ക് വേണ്ടി വേദിയിൽ വന്ന് പെർഫോം ചെയ്യാൻ പോകുന്ന ഓരോ മുത്തുക്കൾക്ക് വേണ്ടി നമ്മുടെ തിരൂർ ആളുകൾ കൈയടിച്ചോളും. ഓൾറൈറ്റ്, 3, 2, 1 for തിരൂർ. താങ്ക് യു സോ വെരി മച്ച്. സോ ഐ തിങ്ക് തിരൂർസ് ഗോട്ട് ടാലൻറ്റ്സ് റിയാലിറ്റി ഷോ 2018 റിയാലിറ്റി ഷോ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. കണ്ടസ്റ്റൻസിനെ വൺ ആഫ്റ്റർ ദി അതർ ആയിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പല കാറ്റഗറിയിലായിട്ടാണ് കണ്ടസ്റ്റൻസ് വേദിയിൽ വന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത്. ഓൾമോസ്റ്റ് 40+ കണ്ടസ്റ്റൻസ് ഉണ്ട്. ഹോൾ ഡേ റിയാലിറ്റി ഷോ ഉണ്ട്. ആദ്യമായിട്ട് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത് ഒരു സോളോ സോങ് ആണ്. വളരെ എലഗൻ്റ് ആയിട്ടുള്ളൊരു പാട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്തുകൊണ്ട് ഒരു കോമ്പറ്റീറ്റർ എന്നതിലുപരി തിരൂരിൻ്റെ സ്വന്തം മകളായിട്ട് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് റമീഷ ജഹാനെയാണ്. എന്ത് പറയുന്നു രാജു, റെഡി അല്ലേ? റെഡി. ക്യാൻ യു പ്ലീസ് മേക്ക് സം നോയ്സ്? ബാൽക്കണി മാത്രം ഒന്ന് ബഹളം ഉണ്ടാക്കിയേ, ബാൽക്കണി മാത്രം. ബാൽക്കണി പറയുന്നു ഞങ്ങൾ മുകളിൽ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശബ്ദം ഉണ്ടാക്കാൻ പറ്റാമെന്ന്. പക്ഷേ ഞാൻ പറയുന്നു ഇവിടെ ഇരിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കാൻ പറ്റും. എന്ത് പറയുന്നു? നിങ്ങളൊന്ന് ബഹളം ഉണ്ടാക്കിയേ. Balcony, now it's a competition. Come on, it's your turn. You make some noise. See, they are really sharp. Come on, more than them. Okay, now തിരൂരിൻ്റെ മക്കൾ ഒരുമിച്ച് തിരൂരിൻ്റെ ടാലൻസിന് വേണ്ടി ഉറക്കെ 3, 2, 1 and here we go. Tirur's Got Talent Reality Show 2018 competition ആരംഭിക്കാൻ പോവാണ്. The first contestant is a little bit of nervousness in her. Let me welcome very gorgeous, beautiful girl, Ramisha Jahan. Judges, please note contestant number 1, Ramisha Jahan, and she is here to sing a song for us. Clap and we welcome you on stage. All the very best, dear.